വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ഫ്രഞ്ച് റെവല്യൂഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പുതിയ ജോഗ്രഫിയുടെ ഒരു ചാപ്റ്ററാണ്. നമ്മൾ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, സിവിക്സ് എന്ന ഒരു ഓർഡറിലായിരിക്കും നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ത്യ, സൈസ് ആൻഡ് ലൊക്കേഷൻ. അപ്പം ചാപ്റ്ററിൻ്റെ പേരിലൂടെ തന്നെ മനസ്സിലാവും അല്ലേ, ഇത് ഇന്ത്യയെ പറ്റി നമ്മൾ പഠിക്കാൻ പോവാണ്. ഇന്ത്യയുടെ നെയ്ബേഴ്സ്, ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, സൈസ്, ലൊക്കേഷൻ എല്ലാം ഈ ഒരു ഷോർട്ടിലൂടെ നമ്മൾ തീർക്കുന്നതായിരിക്കും. അതിനോടൊപ്പം ഇതിനകത്ത് നമ്മൾ ടെക്സ്റ്റൽ എക്സസൈസും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, so India എന്ന് പറയുന്നത് it's one of the ancient civilization in the world. It has achieved multifaceted socio-economic progress during the last 5 decades. It has moved forward, displaying remarkable progress in the field of agriculture, industry, technology and overall economic development. India has also contributed significantly to the making of world history. ഒന്നും മനസ്സിലായില്ല. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും പുരാതനമായ, ഏറ്റവും ഏൻഷ്യൻ്റ് ആയിട്ടുള്ള കുറേ സിവിലൈസേഷൻസ് ഉള്ള ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ കുറേ പ്രോഗ്രസ്സുകൾ, കുറേ മാറ്റങ്ങളൊക്കെ ഇന്ത്യക്ക് വന്നിട്ടുണ്ട്. ഏതൊക്കെ കാര്യങ്ങളിൽ? ഇൻഡസ്ട്രി, അഗ്രികൾച്ചറിൽ വന്നിട്ടുണ്ട്, അഗ്രികൾച്ചർ കൃഷികൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിലൂടെ വന്നിട്ടുണ്ട്, ടെക്നോളജിയിലൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഒരു ഓവറോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഡെവലപ്ഡ് കൺട്രി അല്ല, ഡെവലപ്പിംഗ് കൺട്രിയാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ കുറേയും സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള കുറേയും പ്രോഗ്രസ്സുകൾ വന്നിട്ടുണ്ട്. ലാസ്റ്റ് 5 ഡിക്കേഡ്സിൽ നമുക്ക് കാണാൻ കഴിയും ഇന്ത്യയിൽ. ഇറ്റ് ഹാസ് കോൺട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കൻ്റ്ലി ടു ദ വേൾഡ് ഹിസ്റ്ററി. നമ്മുടെ ചരിത്രത്തിനും അതുപോലെ തന്നെ ജോഗ്രഫിക് ഇമ്പോർട്ടൻസിനും ഒക്കെ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ഫാക്ടേഴ്സ്? അഗ്രികൾച്ചറിൻ്റെയും ഇൻഡസ്ട്രിയുടെയും അഗ്രികൾച്ചർ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, ഇന്ത്യയുടെ ഒരു ബാക്ക് ബോൺ ഓഫ് ദ കൺട്രി എന്നാണ് നമ്മൾ പറയുന്നത് അഗ്രികൾച്ചറിന്. ഇൻഡസ്ട്രി, ടെക്നോളജി എന്നോ നമ്മൾ ഇനിയും അങ്ങോട്ട് പഠിച്ചു പോകുമ്പോഴത്തേക്കിനും അഗ്രികൾച്ചറിൽ, പ്രൈമറി സെക്ടറിൽ വരുന്ന അഗ്രികൾച്ചറിൽ ഒരുപാട് തൊഴിൽ സാധ്യതകളൊക്കെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് അഗ്രികൾച്ചറിലാണെന്നൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. അപ്പം ഇതാണ് ജസ്റ്റ് ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങളുടെ റീഡറിനകത്ത് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇന്ത്യയുടെ ലൊക്കേഷനിലൂടെ പോവാണ്. എവിടെയാണ് ഇന്ത്യ ലൊക്കേറ്റഡ്? ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് കൺട്രിയാണ്, ഒരു വലിയ കൺട്രിയാണ്. കുറേ സ്റ്റേറ്റുകളും ഒക്കെ ഉള്ള ഒരു വലിയ കൺട്രിയാണ് ഇന്ത്യ അല്ലേ? ഇതെന്ന് പറയുന്നത് എൻറ്റയർലി ഇതെവിടെയാണ് ലൈ ചെയ്യുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ലൈ ചെയ്യുന്നത്. എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയർ. ഇറ്റ് ലൈസ് എൻറ്റയർലി ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ബിറ്റ്വീൻ ലാറ്റിറ്റ്യൂഡ്സ്. ഈ 8.04 ആ ഒരു കോമ ഇതെങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് വെച്ചാൽ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. എൻ എന്ന് പറയുന്നത് നോർത്ത്, ഇ എന്ന് പറയുന്നത് ഈസ്റ്റ്, എസ് എന്ന് പറയുന്നത് സൗത്ത്, പിന്നെ എന്താണ് ഡബ്ല്യു എന്ന് പറയുന്നത് വെസ്റ്റ് കേട്ടോ. ഈ വട്ടം പിന്നെ കോമ അങ്ങനെയൊന്നും വായിച്ചു കളയല്ല കേട്ടോ. ഇതെന്ന് പറയുന്നത് ഡിഗ്രിയാണ്, ആ വട്ടത്തിലുള്ളത് ഡിഗ്രിയാണ്, ആ കോമ എന്നുള്ളത് മിനിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു മിനിറ്റിൻ്റെ കൂടെ ഒരു വരെയും കൂടെ വന്നായിരുന്നെങ്കിൽ അതിനെ സെക്കൻഡ്സ് എന്ന് വായിച്ചേനെ നമ്മൾ കേട്ടോ. ഇതൊക്കെ മാത്സിൽ നിങ്ങൾ പഠിക്കും. പിന്നെ ബിറ്റ്വീൻ ലാറ്റിറ്റ്യൂഡ്സ്, ഈ പറഞ്ഞ 2 ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ബിറ്റ്വീനിലാണ് എന്ത് ലൈ ചെയ്യുന്നത്? ഇന്ത്യ എന്ന രാജ്യം ലൈ ചെയ്യുന്നത്. ഇന്ത്യൻ മെയിൻലാൻഡ് ലൈസ് എൻറ്റയർലി ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലൈ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ലോങ്ങിറ്റ്യൂഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 68 ഡിഗ്രി 7 മിനിറ്റ്സ് ഈസ്റ്റ് ആൻഡ് 90. ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ, ഞാൻ ഇപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്യുന്ന വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഇന്ത്യയെ പറ്റി ഒരു ഷോർട്ട് നോട്ടൊക്കെ എഴുതാൻ പറഞ്ഞാൽ അതിൻ്റെ ജോഗ്രഫിക് ആയിട്ടുള്ള കറക്റ്റ് ലൊക്കേഷൻ അറിഞ്ഞിരിക്കണ്ടേ? അതെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഒക്കെ എന്താ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, അങ്ങനെ കുറേയും നമുക്ക് എന്താ നമ്മുടെ ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു ഡിവിഷനായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. എന്താണ്, നിങ്ങൾ 5th സ്റ്റാൻഡേർഡ് തൊട്ട് ഇതിനെപ്പറ്റി പഠിക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, പിന്നെ അതുപോലെ തന്നെ ഇക്വേറ്റർ, ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു സോർട്ട് ഓഫ് ഒരു ഡിവിഷൻ മാതിരിയാണ്. നമ്മുടെ കൺട്രീനെ നിയർലി 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു ലൈനായിട്ട് നിങ്ങൾ കരുതുക. ആ ഒരു ട്രോപ്പിക് ഓഫ് ക്യാൻസർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 23 മിനിറ്റ് 30 ഡിഗ്രി നോർത്തിലാണ് സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ ഇത് ഡിവൈഡ്സ് ദ കൺട്രി നിയർലി ഇൻ ഹാഫ്. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് നിങ്ങളുടെ പേജ്, നിങ്ങളുടെ റീഡർ പേജിനകത്ത് നിങ്ങളുടെ ആ ഒരു മാപ്പൊക്കെ ഉള്ളിടത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. സ്റ്റാൻഡേർഡ് മെരീഡിയനും
ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതായത് പേജ് നമ്പർ 3 അതെ പേജ് നമ്പർ 3 ഫിഗർ 1.3 ഇന്ത്യ എക്സ്റ്റെൻഡ് ആൻഡ് സ്റ്റാൻഡേർഡ് മെരീഡിയൻ എന്ന് പറയുന്ന ഒരു കാണുന്നില്ലേ നിങ്ങൾ ആ ഒരു പിക്ചർ, അത് പേജിന് റീഡറും കൂടെ ഓപ്പൺ ചെയ്ത് പഠിക്കണം കേട്ടോ, അത് പഠിപ്പിക്കുമ്പോഴത്തേക്കിനും, എന്നാലേ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ അങ്ങനെ പറയുന്ന പോലെ തോന്നും. ഓക്കെ, ഈസ്റ്റും വെസ്റ്റും കുറേ കാര്യങ്ങൾ ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് ഒക്കെ വരുന്നുണ്ട്, അപ്പം അതെല്ലാം കൂടെ കൺഫ്യൂഷൻ ആവാതിരിക്കാനായിട്ടാണ് പറയുന്നത്. ഇപ്പോഴേ റീഡർ ഓപ്പൺ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓപ്പൺ ചെയ്യുക, പെൻസിലും പേന എന്താണെന്ന് വെച്ചാൽ കയ്യിലെടുത്ത് ഞാൻ പറയുന്നത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, അതിനകത്ത് നോക്കി ആ ഏറ്റവും നടുക്കിലൂടെ, അതായത് ഇങ്ങനെ ഇതിപ്പം ഇന്ത്യ ആ ഒരു മാപ്പാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യുക, അത് ആ ഒരു മാപ്പാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ ഒരു ലൈൻ പോകുന്നില്ലേ, അതിനെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ആ സ്റ്റാൻഡേർഡ് മെരീഡിയന്ന് വെർട്ടിക്കലായിട്ട് തന്നെ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്, അതായത് സ്റ്റാൻഡേർഡ് മെരീഡിയൻ എന്ന് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, അതിലൂടെ അതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ കുഞ്ഞായിട്ട് ഡോട്ടഡ് ലൈനായിട്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരയ്ക്കുന്നുണ്ട്. അതിനെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇന്ത്യനെ 2 ഭാഗങ്ങളായിട്ട് നിയർലി ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 23 ഡിഗ്രി 30 മിനിറ്റ്സ് നോർത്ത്. ഓക്കെ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ലൈ ടു ദ സൗത്ത് ഈസ്റ്റ് ആൻഡ് ലക്ഷദ്വീപ് ടു ദ സൗത്ത് വെസ്റ്റ് ഇൻ ദ ബേ ഓഫ് ബംഗാൾ ആൻഡ് അറേബ്യൻ സീ റെസ്പെക്റ്റീവ്ലി. ഈ പറഞ്ഞ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്താണ് പറയുന്നത്, സൗത്ത് ഈസ്റ്റും സൗത്ത് വെസ്റ്റും. സൗത്ത് ഈസ്റ്റ് എന്നാണ് നോക്ക്, ഇത് നോർത്ത്, ഓക്കെ, ഇത് നോർത്ത്, ഇത് സൗത്ത്, നമ്മുടെ കേരളം ഒക്കെ ഉള്ള ഇത് റീജിയൻ സൗത്ത്, ഇത് ഈസ്റ്റ്. ഓക്കെ, ഇത് ഈസ്റ്റ്, വേറെ കളർ യൂസ് ചെയ്യാം, ഇത് വെസ്റ്റ്. ഓക്കെ, ഇത് ഈസ്റ്റ്, കാണാമല്ലോ അല്ലേ, ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ഈസ്റ്റിലാണ് എന്തില്ല ഇങ്ങനെ ഈ ഒരു സംഭവം ഇങ്ങനെ വരച്ചിട്ടിട്ട് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇത് ഇങ്ങനെയല്ല കാണാപ്പാടം പഠിക്കുന്ന ഒരു പരിപാടിയൊന്നും ഇവിടെ വേണ്ട കേട്ടോ. ഇവിടെ നമ്മൾ സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ഇങ്ങനെ അത് അവിടെയാണ് ഇവിടെ ആണെന്ന് വെറുതെ ഒരു സബ്ജക്റ്റ് പഠിക്കേണ്ട. നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു പറഞ്ഞിരിക്കുന്നത് എന്താ, ടു ദ സൗത്ത് ഈസ്റ്റ് and southwest of the mainland lie the Andaman and Nicobar. Andaman and Nicobar island എവിടെയാണ്, സൗത്ത്, ഇത് സൗത്ത്, ഇത് സൗത്ത്, ഇത് സൗത്ത്, ഈസ്റ്റ്, ഇത് ഈസ്റ്റ്. അപ്പം ഏതാണ്ട് ഈ ഭാഗത്തായിട്ടായിരിക്കും എന്ത് സിറ്റുവേറ്റഡ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് സിറ്റുവേറ്റഡ്. പിന്നെ എന്താണ് അവർ പറയുന്നത്, സൗത്ത് വെസ്റ്റിൽ എന്താണ്, ലക്ഷദ്വീപ് ഐലൻഡ്, ഇതാണ് വെസ്റ്റ്. അപ്പോൾ എന്താണ്, ഇതാണ് സൗത്ത്. അപ്പം സൗത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഈ ഒരു റീജിയനിലായിട്ടായിരിക്കും എന്ത് ലൈ ചെയ്യുന്നത്, ലക്ഷദ്വീപ് ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വീണ്ടും ആ പേജ് നമ്പർ ഒന്ന് എടുത്തേ, പേജ് നമ്പർ 3 ഫിഗർ 1.3 താഴെ കാണുന്നില്ലേ, ലക്ഷദ്വീപ്, സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ ലക്ഷദ്വീപ്. അല്ലെങ്കിൽ ഈ മാപ്പിൻ്റെ ഒരു പടം ഒന്ന് മനസ്സിലൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ടാലും മതി. ഇങ്ങനെ നിങ്ങൾക്ക് ഈ എക്സാമിൻ്റെ സമയത്ത് പേജ് നമ്പറും താളും പേജും എല്ലാം ഓർമ്മ, ലൈൻ ഓർമ്മ വരാതെ ഇരിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതുമാതിരി ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ മനസ്സിലേക്ക്, ഈ ഒരു പടം ഇങ്ങനെ ഫിഗർ ഇങ്ങനെ മനസ്സിൽ ചെയ്യുക. ഏറ്റവും താഴെ അതായത് സൗത്ത് വശത്തായിട്ട്, അതിൻ്റെ വെസ്റ്റ് വശത്തായിട്ട് ലക്ഷദ്വീപ്, അതിൻ്റെ ഇപ്പുറത്തായിട്ട് അത് ശ്രീലങ്കയോടൊക്കെ അടുത്ത് അങ്ങോട്ട് കുറച്ച് മാറി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് ഇപ്പം നമ്മൾ ആ 2 ലൊക്കേഷൻ്റെ ഇത് പഠിച്ചത്. എവിടെയാണ് ജോഗ്രഫിക് ലൊക്കേഷൻ. ഇനി നമ്മൾ ഇന്ത്യയുടെ സൈസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഞാൻ ഈ സ്ലൈഡിൽ നോക്കിയേ ഒരു പോയിന്റ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റാണ്. അതായത് സദേൺ മോസ്റ്റ് പോയിന്റ് ഇന്ദിര പോയിന്റ് വാസ് സബ്മേഴ്സ്ഡ് ഇൻ 2004 സുനാമി. അതായത് 2004 ഏറ്റവും സദേൺ മോസ്റ്റ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, ഒരു പോയിന്റ് ഉണ്ട്, അതിനെയാണ് ഇന്ത്യൻ യൂണിയൻ്റെ സദേൺ മോസ്റ്റ് പോയിന്റ് ആയിട്ട് കൺസിഡർ അല്ല, അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്, അതിനെ ഇന്ദിര പോയിന്റ് എന്നാണ് വിളിക്കുന്നത്. സദേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യൻ യൂണിയൻ, അതിൻ്റെ വിളിക്കുന്ന പേര് ഇന്ദിര പോയിന്റ് എന്ന്. അപ്പം 2004 ഒരു സുനാമി വന്നിരുന്നു. ആ സുനാമീൻ്റെ സമയത്ത് എന്ത് പറ്റി, ഈ ഒരു പോയിന്റ് സബ്മേഴ്സ്ഡ് ആയി പോവാന്ന് വെച്ചാൽ മുങ്ങിപ്പോയി, അതിൻ്റെ അടിയിൽ അങ്ങ് മുങ്ങിപ്പോയി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പം എന്താണ് ഇന്ദിര പോയിന്റ്, ഇത് MCQ ആയിട്ട് ചോദിക്കും നിങ്ങളോട്, വിച്ച് ഇസ് എ സദേൺ മോസ്റ്റ് പോയിന്റ് ദാറ്റ് ഗോട്ട് സബ്മേഴ്സ്ഡ് during the 2004 tsunami. 2004 tsunami ഒക്കെ എന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. മീൻസ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സബ്ജക്റ്റ് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ അപ്പോൾ ഇതാണ് പോയിന്റ്, അതൊരു MCQ ക്വസ്റ്റ്യൻ ആണ്, അത് നോക്കിക്കോളൂ. ഇനി നമ്മൾ ഇന്ത്യൻ്റെ സൈസിനെ പറ്റി പഠിക്കും.
അപ്പോൾ എന്താണ് അടുത്ത ഇന്ത്യൻ്റെ സൈസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ഇന്ത്യാസ് ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ വിച്ച് ഇസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി അതുകൊണ്ട് ആ ഒരു കേർവ്ഡ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റ്ലി എന്നുള്ളൊരു സിമ്പിളാണ്. അതുകൊണ്ട് ഈ സിമ്പിൾ കേട്ടോ. ഇതെന്തോ ഡിസൈൻ വരച്ച് വെച്ചേക്കാനെന്ന് ആലോചിച്ച് കളയല്. അപ്രോക്സിമേറ്റ്ലി ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, പറഞ്ഞു എന്നേ ഉള്ളൂ. 2.4% ഓഫ് ദ ലോകത്തിൻ്റെ ആസ് കമ്പയർഡ് ടു ദ വേൾഡ്, ആ വേൾഡിൻ്റെ ഹോൾ ഏരിയയുടെ 2.4% ആണ് ഇന്ത്യയുടെ ലാൻഡ്. ഇന്ത്യയുടെ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ് കേട്ടോ. ആൻഡ് ഇറ്റ് ഹാസ് എ ലാൻഡ് ബൗണ്ടറി ഓഫ് അബൌട്ട് 15,200 കിലോമീറ്റർ. ഇതൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നൊക്കെ MCQന് കുറച്ച് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ പറഞ്ഞു പോകുന്നത്. 15,200 കിലോമീറ്റർ. അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് ലൈൻ ഓഫ് 7,516.6. നിങ്ങൾ പിന്നീട് UPSCക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോയിന്റ് ആണ്. ഇന്ത്യയുടെ 3 പോയിന്റ് ആ ഒരു ലാൻഡ് ഏരിയ, അതുപോലെ തന്നെ ബൗണ്ടറി ഓഫ് അബൌട്ട് 15,200 കിലോമീറ്റർ, 15,200 കിലോമീറ്റർ. കോസ്റ്റ് ലൈൻ, അതിൻ്റെ കോസ്റ്റ് ലൈൻ എന്ന് വെച്ചാൽ എന്താണ്? ഇതിപ്പം ഇതുണ്ട് ഈ ഒരു ഞാൻ ഇപ്പം വരയ്ക്കുന്നുണ്ടോ, ഇതെന്ന് പറയുന്ന ഒരു കോസ്റ്റ് ലൈനാണ്. ഇങ്ങനെ വരയ്ക്കുന്ന ഒരു കോസ്റ്റ് ലൈനാണ്. കോസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോർഡർ മാതിരി ലൈൻ. ഓക്കെ, കോസ്റ്റ് ലൈൻ. അപ്പം അതെന്ന് പറയുന്നത് 7,516.6 കിലോമീറ്റർ ആണ്, ഇൻക്ലൂഡിങ് ഐലൻഡ് ഗ്രൂപ്പ്. ഓക്കെ, ഐലൻഡ് എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെയാണ് ഐലൻഡ് ആയിട്ടുള്ളത്? ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് അങ്ങനെയൊക്കെ പറയത്തില്ലേ, ഒക്കെയാണ് ഐലൻഡ്. Okay, the main tapers south of 22 degree into the Deccan Peninsula, separating the Arabian Sea and Bay of Bengal. അതായത് നിങ്ങളുടെ റീഡറിനനുസരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ചുറ്റിനും എന്താണ് മൗണ്ടെയ്ൻസ് ആണ്. നമുക്ക് ഹിമാലയൻ മൗണ്ടെയ്ൻസ് അങ്ങനെ കുറേ മൗണ്ടെയ്ൻസിനെ നമുക്ക് കാണാം. ഓക്കെ, അപ്പം ഈ ചുറ്റിനും മൗണ്ടെയ്ൻസ് ആണ്. ഇൻ ദ നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, മറ്റേ ആ ലൈൻ ഞാൻ ആദ്യം വരച്ചില്ലേ കഴിഞ്ഞ സ്ലൈഡിൽ, നോർത്ത് സൗത്ത്. അങ്ങനെ നമുക്ക് ആ സ്ലൈഡ് ഒന്നും കൂടെ എടുത്ത് നോക്കാം വേണമെങ്കിൽ. നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താണ് പറയുന്നത്? നോർത്ത് വെസ്റ്റ്, അതായത് നമ്മൾ ഡൽഹിയിൽ ആ ഒരു റീജിയൻ അങ്ങനെ ആലോചിക്കുക. ഇപ്പം താഴെ ഏറ്റവും നമ്മുടെ കേരളം, മുകളിൽ ഏറ്റവും ഡൽഹി. കുറേ ആൾക്കാർക്ക് ഈ സരോജിനി മാർക്കറ്റ് അവിടെ ഇവിടെയൊക്കെ പോകാൻ കുറേ ആൾക്കാർ ബ്ലോഗ് ഇടുന്നതൊക്കെ കാണുന്നില്ല, അതൊക്കെ ആലോചിക്കുക. അപ്പോൾ നോർത്തിൻ്റെ സൈഡിലാണ് ഹിമാലയാസിൽ നോർത്ത് വെസ്റ്റ്. ഓക്കെ, അവിടെയാണ് ഹിമാലയാസ്. അപ്പോൾ ചുറ്റിനും ഹിമാലയാസ് ആണ്. ഇന്ത്യയുടെ ചുറ്റിനും ഹിമാലയാസ് ആണ്. ഇന്ത്യയിലും ചുറ്റിനും ഹിമാലയാസ് അല്ല, ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റിലും ചുറ്റും ഫുൾ ഹിമാലയാസ് ആണ്. നോർത്ത് ഈസ്റ്റ് സൗത്ത് ഓഫ് അബൌട്ട് 22 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് ഇറ്റ് ബിഗിൻസ് ടു ടേപ്പർ ആൻഡ് എക്സ്റ്റെൻഡ്സ് ടുവേർഡ്സ് ദ ഇന്ത്യൻ ഓഷൻ, ഡിവൈഡിങ് ഇറ്റ് ഇൻടു 2 സീസ്, ദ അറേബ്യൻസ് ഓൺ ദ വെസ്റ്റ് ആൻഡ് ദ ബേ ഓഫ് ബംഗാൾ ഓൺ ഇറ്റ്സ് ഈസ്റ്റ്. വീണ്ടും ആ പേജ് എടുക്കുക, അതായത് 1.3 എന്നുള്ള ഇതെടുക്കുക. അതായത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇന്ത്യയുടെ 2 വശങ്ങളിൽ നോക്കിക്കേ, അറേബ്യൻ സീയും ബേ ഓഫ് ബംഗാളും കാണാം. അതിനെപ്പറ്റിയാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞത് ഭയങ്കര പോഷ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ പറഞ്ഞതേ ഉള്ളൂ. അതെ, 22 ഡിഗ്രി നോർത്ത് എന്ന് പറയുന്നത് 22 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ്. ഈ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും എന്താണെന്ന് അറിയാമോ? അതിന് മുന്നേ അത് പറയണമല്ലോ. ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വെർട്ടിക്കലി ഉള്ളതാണ് എന്താണ് ഈ ലോങ്ങിറ്റ്യൂഡ് എന്നുള്ളത്. ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി ഉള്ളതാണ് ലാറ്റിറ്റ്യൂഡ് ഉള്ളത്. ഓക്കെ, അപ്പം ഈ 22 ഡിഗ്രി നോർത്ത് എന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് നോക്കേണ്ടത്? ആ ഒരു സൈഡിൽ ഹൊറിസോണ്ടലി പോകുന്നത്, ആ സൈഡിൽ ഹൊറിസോണ്ടലി, ആ സൈഡിൽ നിന്ന് ആ പിക്ചറിനകത്ത് നോക്കി 8 ഡിഗ്രി നോർത്ത്, 12 ഡിഗ്രി നോർത്ത്, 16 അങ്ങനെ കുറേ പറഞ്ഞു പോകുന്നില്ലേ? അതിനകത്ത് 22 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് ഹൊറിസോണ്ടൽ, ലോങ്ങിറ്റ്യൂഡ് വെർട്ടിക്കൽ. ലോങ് വലിയത്, നീളം കൂടിയത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ നീളത്തിലുള്ളത് നേരെ, അങ്ങനെയൊക്കെ കണക്ട് ചെയ്തങ്ങ് പഠിച്ചു പോകണം കേട്ടോ. അപ്പം അതെ 22 ഡിഗ്രി. അപ്പോൾ അതിനെ അത് എക്സ്റ്റെൻഡ് ആയിട്ട് താഴോട്ട് എക്സ്റ്റെൻഡ് ആയി വന്നിട്ട് ഒരു ഡിവിഷൻ മാതിരി നമുക്ക് കാണാൻ കഴിയും, അറേബ്യൻ സീയും ബേ ഓഫ് ബംഗാളും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അത് ബേ ഓഫ് ബംഗാളും അതിൻ്റെ 2 ഡിവിഷൻസും. പിന്നെ despite a 30 degree latitudinal extent, the north-south
span appears larger than the east-west. The time difference between Gujarat and Arunachal Pradesh is roughly 2 hours. India uses the standard meridian 82 degree 30 minutes is Mirzapur as national time. എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ലാറ്റിറ്റ്യൂഡിനും ലോങ്ങിറ്റ്യൂഡിനും എക്സ്റ്റെൻഡ് ഓഫ് ദ മെയിൻലാൻഡ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഓക്കെ, ഇത് മനസ്സിലാക്കുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡലിലും എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഓക്കെ, 30 ഡിഗ്രിയാണ്. അപ്പം പക്ഷേ എന്നിരുന്നാൽ കൂടെ ഈസ്റ്റ് വെസ്റ്റ് എക്സ്റ്റൻഷൻ ആണ് ഒന്നും കൂടെ നോർത്ത് സൗത്തിനേക്കാളും ചെറുതായിട്ട് തോന്നുന്നത്. ഒന്നും മനസ്സിലായില്ലല്ലേ? വീണ്ടും ആ പേജ്, ആ ഡയഗ്രം എടുക്കുക. ആ ഒരു ഡയഗ്രം എന്ന് പറഞ്ഞാൽ ആ ഒരു ഫിഗർ എടുക്കുക. ഇവരെന്താണ് റീഡറിനകത്ത് എന്താണ് പറയുന്നത്? പേജ് നമ്പർ 2 എന്താണ് പറയുന്നത്? ലാറ്റിറ്റ്യൂഡനൽ ആൻഡ് ലോങ്ങിറ്റ്യൂഡനൽ എക്സ്റ്റെൻഡ് ഓഫ് ദ മെയിൻലാൻഡ് ഈസ് അബൌട്ട് 30 ഡിഗ്രി. ഡെസ്പൈറ്റ് ദിസ് ഫാക്ട് ഈസ്റ്റ് വെസ്റ്റ് എക്സ്റ്റെൻഡ് അപ്പിയേഴ്സ് ടു ബി സ്മോളർ. ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഭൂട്ടാൻ, ബംഗ്ലാദേശ് അത് കാണുന്നില്ലേ, അത് മറ്റേ ആ ഒരു ഇപ്പോഴത്തെ അറേബ്യൻ സീൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ള ഒരു പോർഷൻ, അതാണ് ഈസ്റ്റും വെസ്റ്റും. അതല്ലേ ഈസ്റ്റും വെസ്റ്റും. അപ്പോൾ ഈ ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ചെറുതായിട്ടാണ് തോന്നുന്നത് ആസ് കമ്പയർ ടു നമ്മുടെ കേരളത്തിൻ്റെയും അങ്ങ് ഡൽഹിയിലെയും ആ ഒരു അതായിട്ട് കൺസിഡർ ചെയ്യാം. ഈ ഒരു മുകൾ വശവും ഈ ഒരു സൗത്തും ഈ NS എന്നുള്ള സംഭവമാണ് വലുതായിട്ട് തോന്നുന്നത് ആസ് കമ്പയർ ടു ഇത് ഈസ്റ്റ് വെസ്റ്റ്. അല്ലെങ്കിൽ ഈ ഈസ്റ്റ് വെസ്റ്റ് ആണ് ചെറുതായിട്ട് തോന്നുന്നത് ആസ് കമ്പയർ ടു നോർത്ത് സൗത്ത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര ഇതായിട്ട് പറഞ്ഞിരിക്കുന്നത് അതാണ്. ഓരോ ലൈൻ വായിച്ചിട്ട് ആ ഡയഗ്രമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത്രയുള്ള ചീകൾ കേസ് നമുക്ക് തോന്നും കേട്ടോ. അപ്പം അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഗുജറാത്ത് ടു അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് അവിടെ ഒരു ടൈം ലാഗ്, നമുക്കൊരു 2 മണിക്കൂറത്തെ ടൈം ലാഗ് അവിടെ വരുന്നുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ടൈം ലാഗിൻ്റെ തന്നെ ഒരു അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്ന അസ്തമിക്കുന്ന ഒരു ബേസിൽ തന്നെ ഉള്ളതാണ് ഈ കന്യാകുമാരി കാശ്മീരിൻ്റെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ്. അത് നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. നമ്മൾ കാര്യങ്ങൾ കണ്ടുപിടിച്ച് പഠിക്കുമ്പോഴേ നമുക്ക് പഠിക്കാൻ തോന്നത്തുള്ളൂ. അല്ല ചുമ്മാ ഞാനൊരു കാര്യം പറയുന്നത് നിങ്ങളത് കേൾക്കുന്നു, വീണ്ടും എന്തെങ്കിലും കാര്യം അങ്ങനെ പഠിച്ചിട്ട് എന്തോ കാര്യം, സ്പൂൺ ഫീഡ് ചെയ്ത് തരുന്നത് അതിനേക്കാളും നല്ലത് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് പഠിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞു ഒരു ടൈം ലാഗിൻ്റെ ഒരു സംഭവം പറഞ്ഞു. ഗുജറാത്ത് അല്ലെങ്കിൽ അരുണാചൽ ഇപ്പം പഠിപ്പിക്കാൻ പോകുന്നത് ടൈം ലാഗിനെ പറ്റിയാണ്. അതിൻ്റെ തന്നെ ഒരു കോണ്ടെക്സ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ് ഈ കന്യാകുമാരിയുടെയും നിങ്ങളുടെ ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ചാപ്റ്ററിനകത്ത് ടെക്സ്റ്റിനകത്ത് കിടക്കുന്നത്. അപ്പോൾ അതെന്താ അങ്ങനെ ഒരു ഡിഫറൻസ്? ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാതെ ആ ഒരു ആൻസറിൻ്റെ സംഭവം ഗൂഗിളിൽ സെർച്ച് ചെയ്യാതെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാം. അതങ്ങനെ തന്നെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ടൈം ലാഗ് ഒരു ഹിൻഡ് വന്നാൽ അത് സൺറൈസിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതായത് ചിലപ്പം ആദ്യം സൺറൈസ് ചെയ്യുന്നത് എവിടെയാണ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ജേർണലിസ്റ്റ് ആവാൻ നോക്കുക ജോഗ്രഫി പഠിക്കുമ്പോൾ. ഇല്ലെങ്കിൽ ഭയങ്കര ബോറടിക്കും. ഇങ്ങനെ പഠിപ്പിക്കാനൊക്കെ തോന്നുമ്പോൾ നമ്മളിങ്ങനെ വായിക്കോട്ട വിടും. അപ്പം അതിനേക്കാളും നല്ലത് ഇങ്ങനെ കുറച്ച് രസമായിട്ട് പഠിക്കാൻ നോക്ക് കേട്ടോ. അപ്പം ഓക്കെ. അപ്പോൾ അടുത്തത് എന്ന് പറയുന്നത് ഗുജറാത്ത് ടു അരുണാചൽ പ്രദേശ്. പറഞ്ഞാൽ അങ്ങ് പറഞ്ഞു പോകും, അതാ പ്രശ്നം. Gujarat to Arunachal Pradesh. There is a time lag of 2 hours. Hence time along the standard meridian of India passing through Mirza. ഇപ്പോൾ ഇവിടെ ഒരു ടൈം ലാഗിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരിടത്ത് നമ്മൾ ഗുജറാത്തിൽ ചെല്ലുമ്പം ചേട്ടാ സമയം എത്രയായി? 2 മണി മോനെ. പിന്നെ ഒരു അരുണാചൽ പ്രദേശ് ചേട്ടാ 5 മണിയായി. അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓരോ സ്ഥലത്ത് ഓരോ ടൈമായിട്ട് നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സമയം എടുക്കുകയാണ്. സോ സ്റ്റാൻഡേർഡ് എല്ലായിടത്തും ഒരേ സമയം തന്നെ ആയിരിക്കും. ഇന്ത്യയിൽ എവിടെ പോയാലും നിങ്ങൾക്ക് ആ സമയം തന്നെയായിരിക്കും കാണാൻ കഴിയുക. ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് മെരീഡിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ വീണ്ടും ഡയഗ്രം എടുത്തോ, ആ ഡയഗ്രം എപ്പോഴും ഓപ്പൺ ആക്കി വെച്ചാൽ അതാണ് നല്ലത്. ആ ഒരു സ്റ്റാൻഡേർഡ് മെരീഡിയൻ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം കണ്ടോ. അപ്പം അതെന്ന് പറയുന്നത് മിർസാപൂറിലൂടെ പോകുന്നുണ്ട്. മിർസാപൂർ അതെന്ന് പറയുന്നത് ഉത്തർപ്രദേശിലുള്ള ഒരു സ്ഥലമാണ് മിർസാപൂർ. അപ്പം ഈ സ്റ്റാൻഡേർഡ് മെരീഡിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 82 ഡിഗ്രി 30 മിനിറ്റ്സ് ഈസ്റ്റ് ആണ് പാസിംഗ് ത്രൂ മിർസാപൂർ. ഇത് ഉത്തർപ്രദേശിലാട്ടോ. അപ്പം ഇതെന്ന് പറയുന്നത് ഈ ഒരു ടൈമാണ് ഹോൾ കൺട്രിക്ക് ഒരു സ്റ്റാൻഡേർഡ് ടൈമായിട്ട്
കണക്കാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഗുജറാത്തിൽ പോകുമ്പോൾ ഒരു സമയം, വേറൊരിടത്ത് പോകുമ്പോൾ വേറെ സമയം, മറ്റടുത്ത് പോകുമ്പോൾ മറ്റേ സമയം, അങ്ങനെ പറ്റത്തില്ല. നമുക്ക് എല്ലായിടത്തും പോകുമ്പോഴും ഒരേ സമയം തന്നെ ആയിരിക്കണം അല്ലേ. അപ്പോൾ അതിൻ്റെ കാരണത്താൽ എന്ത് ചെയ്ത് ആ ഒരു സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ 82 ഡിഗ്രി 30 മിനിറ്റ്സ് ഈസ്റ്റ് മിർസാപൂറിലൂടെ പാസ് ചെയ്യുന്ന ഈ ഒരു സ്റ്റാൻഡേർഡ് മെറിഡിയൻ്റെ സമയമാണ് എന്തായിട്ട് എടുത്തിരിക്കുന്നത്, ഈ ഒരു സ്റ്റാൻഡേർഡ് ടൈമായിട്ട് എടുത്തിരിക്കുന്നത് ഹോൾ നേഷന് വേണ്ടിയിട്ട് കേട്ടോ. The latitudinal extent influences the duration of day and night as one moves from south to north. എന്താണ് ഒരു ഡേ അല്ലെങ്കിൽ നൈറ്റിൻ്റെ ആ ഒരു ഡ്യൂറേഷനെ അഫക്റ്റ് ചെയ്യുന്നത്? നമ്മൾ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകുമ്പോൾ രാത്രിയുടെയും അല്ലെങ്കിൽ പകലിൻ്റെയും ആ ഒരു ഡ്യൂറേഷൻ മത്ലബ് ആ ഒരു ടൈം, സമയം, എത്ര സമയം എടുക്കുന്നു എന്നൊക്കെയുള്ള ആ ഒരു സമയം എന്തിനെ ബേസ്ഡ് ആണ്? ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റിനെ ബേസ്ഡ് ആണ്. ഓക്കെ അല്ലാത്തവരൊന്നും കൂടെ വായിച്ചു നോക്കുക, ഒന്നും കൂടെ പുറകോട്ട് വീണ്ടും കേട്ട് നോക്കുക. ബിക്കോസ് ഇതെന്ന് പറയുന്നത് കുറേ ഈസ്റ്റും വെസ്റ്റിൻ്റെ ഒക്കെ കളികളുള്ള ചാപ്റ്ററാണ്, ഭയങ്കര ബോറിംഗ് ആണ്. എന്ന് ചിലവർക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, പക്ഷെ ഹാഫ് ഓഫ് ദ മിക്കവർക്കും ഇത് ബോറിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ബിക്കോസ് ഷോർട്ട് ആണെങ്കിൽ കൂടെ ഈസ്റ്റും വെസ്റ്റിൻ്റെയും കുറേ ഡിഗ്രിയും അവിടെ ഇവിടെയൊക്കെ വരുന്നതുകൊണ്ട് വെറുപ്പീരായിട്ടാണ് തോന്നുന്നത്. പക്ഷേ നിങ്ങളത് എന്തായാലും പഠിച്ചേ പറ്റും. ഓക്കെ, ഇന്ത്യ ആൻഡ് ദ വേൾഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, Indian landmass has a central location between the East and West Asia. India is a southward extension of the Asian continent. ഇന്ത്യ എന്ന് പറയുന്നത് ഏഷ്യൻ കോണ്ടിനെൻറ്റിൻ്റെ ഒരു സൗത്ത്വേർഡ് എക്സ്റ്റൻഷൻ ആണ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുന്നത് ഏഷ്യൻ കോണ്ടിനെൻറ്റിന് നമുക്ക് കുറേ കോണ്ടിനെൻ്റ് ഉണ്ട്. ഏഷ്യ, ആഫ്രിക്ക, അന്റാർട്ടിക്ക, അങ്ങനെ കുറച്ച് കോണ്ടിനെൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഏഷ്യൻ കോണ്ടിനെൻറ്റിൻ്റെ ഒരു സൗത്ത്വേർഡ് എക്സ്റ്റൻഷനാണ് എന്ത്? ഇന്ത്യ. ഇതെന്ന് പറയുന്നത് ദാറ്റ് കണക്ട് കൺട്രീസ് ഓഫ് യൂറോപ്പ് ഇൻ ദ വെസ്റ്റ് ആൻഡ് കൺട്രീസ് ഓഫ് ഈസ്റ്റ് ഏഷ്യ പ്രൊവൈഡ്സ് എ സ്ട്രാറ്റജിക് സെൻട്രൽ ലൊക്കേഷൻ ടു ഇന്ത്യ. നോട്ട് ദാറ്റ് ദ ഡെക്കൻ പെനിൻസുല protrudes into the Indian Ocean. ഡെക്കൻ പെനിൻസുല എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എല്ലാം ഇപ്പോൾ സംഭവങ്ങളായിട്ടാണ് പറയാൻ പറ്റുള്ളൂ, കാരണം നമുക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പിക്ചേഴ്സ് ഒന്നും തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ഡെക്കൻ പെനിൻസുല എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഈ ഇന്ത്യൻ ഓഷ്യനിലൂടെ എന്ത് ചെയ്യാണ്, പ്രൊട്രൂഡ് ചെയ്യാന്നൊക്കെ പറയുന്നത് അതിലൂടെ പാസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, അങ്ങനെ ഒരു അതിലൂടെയാണ് പോകുന്നതെന്ന് വിചാരിച്ചോ ഡെക്കൻ പെനിൻസുല. ഓക്കെ, ഇന്ത്യൻ ഓഷ്യനിലൂടെയാണ് ഡെക്കൻ പെനിൻസുല പാസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യാണ്, അങ്ങനെ ചുമ്മാ പാസ് ചെയ്യുന്നതിലൂടെ ഈ ഒരു ഡെക്കൻ പെനിൻസുല ഇന്ത്യയുടെ ആ ഒരു ഇന്ത്യൻ ഓഷ്യനിലൂടെ പാസ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ പ്രൊട്രൂഡ് ചെയ്യുന്നതിലൂടെ എന്താണ് ഇന്ത്യയെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് ഇന്ത്യ ടു എസ്റ്റാബ്ലിഷ് എ ക്ലോസ് കോൺടാക്ട് വിത്ത് വെസ്റ്റ് ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് ഫ്രം ദ വെസ്റ്റേൺ കോസ്റ്റ് ആൻഡ് വിത്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഫ്രം ദ ഈസ്റ്റേൺ കോസ്റ്റ്. എന്താ അല്ലേ, കുറേ ഉണ്ട്. പക്ഷേ ഇത് പഠിച്ചേ പറ്റുള്ളൂ. ഈ ഒരു പറഞ്ഞ പോയിന്റ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് എങ്ങനെയും എവിടുന്നെങ്കിലും ഇതിൻ്റെ ബേസിലൊരു ക്വസ്റ്റ്യൻസ് കാണും. ഡെക്കൻ പെനിൻസുല എങ്ങനെയാണ് ഇന്ത്യൻ ഓഷ്യനെ, എങ്ങനെയാണ് ചിലപ്പം ഒരു 1 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ, പക്ഷേ 1 മാർക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പം അങ്ങനെ നോ കൺട്രി ഹാസ് എ ലോങ് കോസ്റ്റ് ലൈൻ ഓൺ ദ ഇന്ത്യൻ ഓഷ്യൻ ആസ് ഇന്ത്യ ഹാസ്. ഒരു കൺട്രിക്കും ഒരു രാജ്യത്തിനും ഇന്ത്യയുടെ അത്ര വാസ്റ്റ് കോസ്റ്റ് ലൈൻ ഞാൻ പറഞ്ഞല്ലോടാ, ഈ ഇവിടെ മാർക്ക് ചെയ്ത് കാണിച്ചൊരു സാധനം ഇല്ലേ വരാം, എൻ്റെ ഈ ഒരു കോസ്റ്റ് ലൈൻ, ഇത്രയും വലിയ കോസ്റ്റ് ലൈനുള്ള മറ്റൊരു രാജ്യവും ഇല്ല. ഇന്ത്യയുടെ അത്ര വലിയ കോസ്റ്റ് ലൈനുള്ള മറ്റൊരു രാജ്യങ്ങളും ഇല്ല. ഓക്കെ, പിന്നെ it is India's eminent position in the Indian Ocean which justifies the naming of an ocean after it. അതും ഇതിൻ്റെ ഒരു പിന്നിലെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഓഷ്യൻ ആണ്. ഇന്ത്യൻ ഓഷ്യൻ ഉള്ളത് കൊണ്ടാണ് ഇന്ത്യക്ക് അങ്ങനെ ഒരു വലിയ കോസ്റ്റ് ലൈൻ, അതുപോലെ തന്നെ ഒരു സെൻട്രൽ പൊസിഷനൊക്കെ ഇന്ത്യക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഓഷ്യന് മുന്നായിട്ട് ഇന്ത്യൻ എന്ന് ഉള്ളൊരു പേര് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം അതത്രയേ ഉള്ളൂ. പിന്നെ since the opening of the Suez Canal in 1869, India's distance from the Europe has been reduced by 7,000 kilometers. അതായത് സുവേസ് കനാൽ എന്ന് പറയുന്ന ഒരു സംഭവം അല്ലേ. സുവേസ് കനാൽ എന്ന് പറയുന്ന ഒരു കനാൽ 1869, അത് ഇമ്പോർട്ടൻ്റ് ആണ്, MCQ ആണ്. 1869 സുവേസ് കനാൽ ഓപ്പൺ ചെയ്തിരുന്ന സമയത്ത് ഓപ്പൺ ചെയ്തപ്പോൾ എന്ത് പറ്റി? ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു.
7000 കിലോമീറ്റർ വരെ ഡിസ്റ്റൻസ് കുറഞ്ഞു കിട്ടി ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസ് സൂയസ് കനാൽ ഓപ്പൺ ചെയ്ത സമയത്ത്. ഓക്കെ, പിന്നെ ഇനി അടുത്തത് എന്താണ്? India's contact with the world have continued through the ages, but her relationship through the land routes are much older than the maritime routes. അതായത് നമ്മൾ ഈ സീ, അതായത് ഈ ഓഷ്യൻ ആ ഒരു റൂട്ടിലൊക്കെ വരുന്ന റൂട്ട് ഓക്കെ, അത് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയുടെ ലാൻഡ് റൂട്ട്സ് കൂടുതൽ ഇന്ത്യയെ ബാക്കിയുള്ള എന്താ കൺട്രീസുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചു എന്നാണ് ആ ഒരു വലിയ പോയിന്റ് പറയുന്നത്. ഓക്കെ, the various passes across the mountains, ഇത് ഇപ്പോൾ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. The various passes across the mountains in the north have provided passages to the ancient travelers, while the oceans restricted such interaction for a long time. ഇപ്പോൾ ഈ ഓഷ്യൻസിലൂടെ നമുക്ക് അങ്ങനെ ഊടുവഴികളിലൂടെ ഒന്നും അങ്ങനെ പോകാൻ പറ്റത്തില്ല. പക്ഷേ ഈ മൗണ്ടെയ്ൻസ് ഞാൻ പറഞ്ഞല്ലോ, മുകളിലൊക്കെ നമ്മുടെ ഹിമാലയാസ് ആണ്. അപ്പോൾ ഈ ഹിമാലയാസിൻ്റെ ഒക്കെ ഇടയിലൂടെ കുറച്ച് പാസസ് ഉണ്ട്. ഓക്കെ, അക്രോസ് ദ മൗണ്ടെയ്ൻസ് നോർത്തിലൊക്കെ കുറച്ച് പാസസ് ഉണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ കുറേ ഏൻഷ്യൻ ട്രാവലേഴ്സിനൊക്കെ മൂവ് ചെയ്യാൻ പറ്റി. പക്ഷെ വേറെ നമ്മൾ ഓഷ്യൻ്റെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഊടുവഴി ഇടയ്ക്കൂടെയും ഒന്നും കയറി പോകാൻ പറ്റത്തില്ല. നമ്മുടെ ഹിമാലയാസ് നോക്കുകയാണെങ്കിൽ, ലാൻഡ് റൂട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേ വേരിയസ് പാസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റി? ഏൻഷ്യൻ ട്രാവലേഴ്സിന് മൂവ് ചെയ്യാൻ പറ്റി. ഓക്കെ, നമുക്ക് ആ പോയിന്റ് ഈ സ്ലൈഡിനകത്തുണ്ടോന്നോ? ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേ നൈറ്റ് ഡിഫറൻസിനെ പറ്റിയാണ്. സ്റ്റാൻഡേർഡ് മെരീഡിയൻ ഡേ ലെങ്ത് ഇപ്പം ഞാൻ പറഞ്ഞ പോയിന്റാണ്. വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി കേട്ടോ. ഡിഫറൻസസ് മിനിമൽ നിയർ കന്യാകുമാരി ബട്ട് മോർ ഇൻ, ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ആൻസർ ഇതിനകത്ത് തന്നെ ഉണ്ട്. പക്ഷെ ഒന്നുകൂടെ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇന്ത്യയുടെ ലൊക്കേഷൻ പെനിൻസുല, ഡെക്കൻ പെനിൻസുല പ്രൊട്രൂഡ്സ് ഇൻടു ദ ഇന്ത്യൻ ഓഷ്യൻ. ക്ലോസ് കോണ്ടാക്റ്റിനെ പറ്റി പറഞ്ഞു. ഇന്ത്യൻ ഓഷ്യൻ, സൂയസ് കനാലിനെ പറ്റി പറഞ്ഞു. 1869 ആ ഡേറ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു 1869 ഒരു സംഭവത്തിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ക്ലിയർ കട്ടായിട്ട് പഠിച്ചാൽ പിന്നെ നമുക്ക് അങ്ങനെ തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യം വരുന്നില്ല, പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് നമ്മളിപ്പം ഒരു കാര്യം മര്യാദയ്ക്ക് പഠിക്കാത്തതുകൊണ്ടാണ് വീണ്ടും നമ്മൾ എക്സാമിൻ്റെ സമയത്തൊക്കെ പഠിക്കുമ്പോഴത്തേക്കിന് ഇത് പുതിയ സാധനമായിട്ട് നമുക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കുക. ഇനിയിപ്പം നിങ്ങൾ 10th ആണ്, അപ്പോൾ അത് ഓർത്ത് പഠിക്കുക. India is the world's 7th largest country by area. റഷ്യ, അത് ഗ്ലോബൽ എക്സ്, ആ ഒരു നിങ്ങൾക്ക് ആ ഒരു ബാർ ഗ്രാഫ് തന്നിട്ടില്ലേ, ആ ഒരു ഡയഗ്രാം, പേജ് നമ്പർ ഐ തിങ്ക് പേജ് നമ്പർ നിങ്ങളുടെ 2, പേജ് നമ്പർ 2ൽ കുറേ റഷ്യ, കാനഡ, USA അതിൻ്റെ ഒരു സമ്മറി ആയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കീ ഫീച്ചറായിട്ട് ബോർഡറായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ത്യ എന്ന് പറയുന്നത് 7th ലാർജസ്റ്റ് കൺട്രി ബൈ ഏരിയ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് 7th ലാർജസ്റ്റ് കൺട്രിയാണ്. ഫസ്റ്റ് ആരാണ് വരുന്നത്? റഷ്യയാണ് ഫസ്റ്റ്. സെക്കൻഡ് ആരാണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു റഷ്യ, കാനഡ, USA, ചൈന, ബ്രസീൽ, ഓസ്ട്രേലിയ, ഇന്ത്യ, ഈ ഒരു സംഭവം ഓർത്തിരിക്കുക. ഫസ്റ്റ് ലാർജസ്റ്റ് മീൻസ് ഈ ഒരു ഓർഡർ പഠിച്ചിരുന്നത് നല്ലതല്ലേ. അപ്പം ഫസ്റ്റ് ലാർജസ്റ്റ് അല്ലെങ്കിൽ തേർഡ് ലാർജസ്റ്റ് ആക്കി ആരാന്ന് ചോദിക്കുമ്പോഴത്തേന് വായും പൊളിച്ചിരിക്കരുത്. ഇങ്ങനെ ഈ ഒരു ഓർഡർ പഠിച്ചാൽ ഈസി ആവും. എവിടെ നിന്നെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഈസി ആവും. ഇന്ത്യ എന്ന് പറയുന്നത് 7th ലാർജസ്റ്റ് ആണ്. ഓക്കെ, അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, പക്ഷെ ജസ്റ്റ് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് അറിഞ്ഞിരുന്നു. ഈ ഒരു പക്ഷെ എന്താണ്, ഈ കീ ഫീച്ചറും ബൗണ്ടറി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. പിന്നെ ഇന്ത്യയുടെ നെയ്ബേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് പോയിരുന്ന പോയിന്റ് ഐ തിങ്ക് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും നമുക്ക് പറഞ്ഞു പോവാം. അതായത് ഈ ഒരു കുറേ മൗണ്ടെയ്ൻസിൻ്റെ പാസുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലൂടെയൊക്കെ എന്താണ് കുറേ ട്രാവലേഴ്സിന് പാസ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഇങ്ങനൊരു ലാൻഡ് റൂട്ടൊക്കെ ഉള്ളത് കൊണ്ട് എന്താണ് നമുക്ക് ഇപ്പം സപ്പോസ് നിങ്ങൾ 2 വീടുകളിൽ താമസിക്കുകയാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ അയൽവാസികളൊക്കെ ഉണ്ട്. ഒരു മതിലുകൊണ്ട് എന്താ വേർതിരിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്താ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടു കൊടുക്കും. ആ മതിൽ അവിടെ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ചെറിയൊരു ഒരു ക്ലോസ് കോണ്ടാക്ട് ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കും, അല്ലെങ്കിൽ അവിടുത്തെ വിശേഷങ്ങൾ ഇങ്ങോട്ട് അറിയും, ഇവിടുത്തെ സ്വകാര്യങ്ങളൊക്കെ അവിടെ അറിയും, അവിടുത്തെ സ്വകാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു ഇതല്ലേ ഒരു സോർട്ട് ഓഫ് പാസേജ് അല്ലെങ്കിൽ ഒരു വേ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്സ് അപ്പുറത്തും ഇപ്പുറത്തും കാണും. അതേമാതിരി തന്നെ ഒരു റൂട്ടിലൂടെ
ഒരു റൂട്ട് അല്ലെങ്കിൽ ഒരു കുറേ പാസേജസ്, വേരിയസ് പാസേജസ് കാരണം കുറേയും എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, കുറേയും എക്സ്ചേഞ്ച് ഓഫ് കമോഡിറ്റീസ് എന്ന് പറഞ്ഞാൽ കുറേ ഐറ്റംസ്, അതുപോലെ തന്നെ കുറേ ഐഡിയാസ് ഓഫ് ഉപനിഷത്ത്, രാമായണ, ദ സ്റ്റോറീസ് ഓഫ് പഞ്ചതന്ത്ര, ദ ഇന്ത്യൻ ന്യൂമറിക്കൽസ്, ദ ഡെസിമൽ സിസ്റ്റം. ഇപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ കുറേ പാർട്ട് ഓഫ് ദ വേൾഡിൽ എത്താൻ പറ്റി. എന്ത് കാരണം അറിയത്തില്ല. ദീസ് റൂട്ട്സ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ്, ഈ ഒരു റൂട്ടുകളില്ലേ ഞാനിപ്പോൾ പറഞ്ഞ കുറേ വേരിയസ് പാസസ് ഉണ്ട്, അതുകൊണ്ട് ഇതെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഈ റൂട്ടുകളൊക്കെ കാരണം ഇങ്ങനെ ഒരു എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് സാധിച്ചു. മനസ്സിലായോ? എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, എക്സ്ചേഞ്ച് ഓഫ് കൊമോഡിറ്റീസ്, ഇതൊക്കെ സാധിച്ചു. ഓൾറൈറ്റ്. പിന്നെ on the other hand, the influence of Greek culture, architectural styles of dome and minarets from the West Asia can be seen in the different parts of our country. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്, ഈ ഒരു ഇപ്പോൾ പറഞ്ഞ പോയിന്റ്, ഈ ഐഡിയാസ് ഓഫ് ഉപനിഷത്ത്, രാമായണ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾക്കൊരു 2 മാർക്കിന് ചോദിക്കും, 2 മാർക്കിന്. ഓക്കെ. പിന്നെ ഇത് ബേസിക്കലി ഐഡിയാസ് അതൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ സഹായിച്ചു എന്ന് പറയുന്ന പോലെ. അത് ഇന്ത്യൻ്റെ നെയ്ബേഴ്സ് ആരൊക്കെയാണ്? ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് പൊസിഷനാണ് സൗത്ത് ഏഷ്യയിൽ. ഇന്ത്യക്കൊരു ബേസിക്കായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് ഒരു സെൻട്രൽ പൊസിഷനിലാണ് ഇന്ത്യ ലൈ ചെയ്യുന്നത്. ആൻഡ് ഇന്ത്യക്ക് 28 സ്റ്റേറ്റും 8 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. 28 സ്റ്റേറ്റും 8 യൂണിയൻ ടെറിട്ടറീസും. അതും കണ്ടുപിടിച്ച് കമൻറ്റിൽ എഴുതുക. ഓക്കെ. India shares its land boundaries with Pakistan, Afghanistan in the northwest, China, Nepal, Bhutan in the north, and Myanmar, Bangladesh in the east. Our southern neighbors across the sea consist of 2 island countries, namely Sri Lanka, Maldives. Sri Lanka is separated from India by a narrow channel of sea formed by the Park Strait and Gulf of Mannar, while Maldives Islands are situated to the south of Lakshadweep Island. India has a strong geographical and historical links with her neighbors. Okay. അപ്പം ഇന്ത്യക്ക് 28 സ്റ്റേറ്റ് ഉണ്ട്. ഇന്ത്യക്കകത്ത് 28 സ്റ്റേറ്റ് ഉണ്ട്, 8 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. ഇന്ത്യയുടെ നെയ്ബേഴ്സ് എന്ന് പറയുന്നത് പാകിസ്ഥാനുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, ചൈനയുണ്ട്, നേപ്പാളുണ്ട്, ഭൂട്ടാനുണ്ട്, മ്യാൻമാർ ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്. ഇതിപ്പോൾ ഈ പറഞ്ഞ ഈ കുറച്ച് രാജ്യങ്ങളുടെ പേരില്ലേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ നെയ്ബറിങ് കൺട്രീസ് ആരൊക്കെയാണെന്ന് ചോദിക്കും, എവിടൊക്കെയാണെന്ന് ചോദിക്കും. അപ്പം മെയിനായിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേന് നിങ്ങൾ ആ മാപ്പ് പഠിച്ചാൽ നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് ഇങ്ങനെ നോർത്ത് എവിടെ, സൗത്ത് എവിടെ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക്, കാരണം നിങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ടല്ലേ ഈ നോർത്ത് ഈസ്റ്റ് അങ്ങനെ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ളൊരു പൊസിഷനൊക്കെ പഠിക്കുന്നത്. അപ്പോൾ കുറച്ച് തലവേദന പിടിച്ച കാര്യമായിരിക്കും. പക്ഷേ എന്നാലും ഈ ഒരു മാപ്പ് പഠിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും. പിന്നീട് നിങ്ങൾ 10th പോകുമ്പോഴായാലും, നിങ്ങൾ 11th ഹ്യൂമാനിറ്റീസ് എടുക്കുന്നവരായാലും ഒക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ. അപ്പം ഇത്രയാണ് നെയ്ബേഴ്സ്. പിന്നെ നമുക്ക് ആ ഡു യു നോ ഒന്നും കൂടെ ഒന്ന് വായിച്ചു പോവാം. ബിഫോർ 1947, നമുക്ക് 1947 മുന്നേ, 1947 എന്തായിരുന്നു സംഭവം? പ്രത്യേക ഒരു വർഷം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണല്ലേ. there were 2 types of state. ഇപ്പം 1947 മുന്നേ 2 സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യക്കകത്ത് 2 സ്റ്റേറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യക്കകത്ത്. there were 2 types of state ഇന്ത്യക്കകത്ത്. പ്രൊവിൻസസും പ്രിൻസ്ലി സ്റ്റേറ്റും. പ്രൊവിൻസസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഡയറക്റ്റ്ലി റൂൾ ചെയ്യുന്ന സ്ഥലമായിരുന്നു ഈ പ്രൊവിൻസസ് എന്ന് പറയുന്നത്. അത് പിന്നെ ഈ വൈസ്രോയിമാരൊക്കെ അവർ അവിടെ അപ്പോയിന്റ് ചെയ്യപ്പെടും. അങ്ങനെയായിരുന്നു ഈ പ്രൊവിൻസസ് ഒക്കെ റൂൾ ചെയ്യപ്പെടുന്നത്. പ്രൊവിൻസസ് എങ്ങനെയാണ് റൂൾ ചെയ്യപ്പെടുന്നത്? ബ്രിട്ടീഷ് ആൾക്കാർ വഴി. ആൻഡ് അവിടെ ഈ ഹു വെർ അപ്പോയിന്റഡ്, ഈ വൈസ്രോയികളൊക്കെ ആയിരിക്കും ഈ ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഈ പ്രിൻസ്ലി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലോക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെറിഡിറ്ററി റൂളേഴ്സ് ആയിട്ട്, ഞാൻ ഫ്രഞ്ച് റെവല്യൂഷൻ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ അച്ഛൻ രാജാവ് അതുകൊണ്ട് ഞാൻ രാജാവ്, ആ ഒരു പരിപാടിയാണ് ഈ ഹെറിഡിറ്ററി. നമ്മൾക്ക് പാരമ്പര്യമായിട്ട് കുറേ അസുഖങ്ങളൊക്കെ കിട്ടത്തില്ലേ, അതുമാതിരി തന്നെ പാരമ്പര്യമായിട്ട് റൂളേഴ്സിനെ മാറ്റി അങ്ങനെ പോകുന്നൊരു സംഭവം, ഹെറിഡിറ്ററി റൂളേഴ്സ് ഹു അക്നോളജ് സോവറിനിറ്റി ഇൻ റിട്ടേൺ ഫോർ ദ ലോക്കൽ ഓട്ടോണമി. അപ്പോൾ അങ്ങനെ ഒരു 2 സ്റ്റേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇന്ത്യക്കകത്ത് മുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ പക്ഷെ 28 സ്റ്റേറ്റും 8 യൂണിയൻ ടെറിട്ടറീസും ഉണ്ട്. പിന്നെ ശ്രീലങ്ക മാൽഡീവ്സ് എന്ന് പറയുന്നത് 2 ഐലൻഡ് കൺട്രീസ് ആണ്.
എന്താ 2 ഐലൻഡ് കൺട്രീസിന്റെ പേര് എഴുതാൻ പറഞ്ഞാൽ എന്ത് എഴുതും? അറിയത്തില്ല എന്ന് എഴുതരുത്. ശ്രീലങ്ക ആൻഡ് മാൽഡൈവ്സ് എന്ന് എഴുതണം. ശ്രീലങ്കയും മാൽഡൈവ്സും ആണ് 2 ഐലൻഡ് കൺട്രീസ്. ഞാൻ ഐലൻഡ് കൺട്രീസ് ആയിട്ട് ഞാൻ മുന്നേ ആൻഡമാൻ നിക്കോബാർ പറഞ്ഞു അല്ലേ? ശ്രീലങ്ക ആൻഡ് മാൽഡൈവ്സ് ആട്ടോ. ശ്രീലങ്ക എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് സെപ്പറേറ്റഡ് ബൈ എ നാരോ ചാനൽ ഓഫ് സീ ഫോംഡ് ബൈ ദ പാക് സ്ട്രേറ്റ് ആൻഡ് ഗൾഫ് ഓഫ് മന്നാർ. ശ്രീലങ്ക ഇന്ത്യയിൽ സെപ്പറേറ്റഡ് ആവുന്നത് ആ ഒരു കുഞ്ഞ ലൈൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്താണ് എന്നിട്ട് ഇവിടെ കൂടെ ഇങ്ങനൊരു കുഞ്ഞൊരു ലൈനൊക്കെ കാണും. അതാണ് എന്ത് ഒരു നാരോ ചാനൽ ഓഫ് സീ വിച്ച് ഇസ് ഫോംഡ് ബൈ പാക് സ്ട്രേറ്റും ഗൾഫ് ഓഫ് മാന്നാറും വഴി ഫോം ചെയ്യുന്ന ഒരു നാരോ ചാനൽ ഓഫ് സീ ഉണ്ട്. അതാണ് ശ്രീലങ്കേനെ ഇന്ത്യയിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പാക് സ്ട്രേറ്റും ഗൾഫ് ഓഫ് മാന്നാറും. വൈൽ മാൽഡൈവ്സ് ഐലൻഡ് ആർ സിറ്റുവേറ്റഡ് ടു ദ സൗത്ത് ഓഫ് ലക്ഷദ്വീപ്. ഇവിടെ കുറച്ച് ലക്ഷദ്വീപ് ഐലൻഡ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണും. ഇതിപ്പോൾ AI ജനറേറ്റഡ് പിക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അധിക കാര്യങ്ങൾ. ഇവിടെ കുറേ ചന്ദ്രനും നക്ഷത്രവും ഒക്കെ ഉള്ളത്. അതങ്ങ് കളഞ്ഞേക്ക്, അതങ്ങ് മറന്നേക്ക്. ഇവിടെ ഒരു ലക്ഷദ്വീപ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ലക്ഷദ്വീപ് ഉണ്ടെന്ന് കരുതുക. അതിൻ്റെ സൗത്തായിട്ട് മാൽഡൈവ്സ് എന്ന് പറയുന്നത് ലക്ഷദ്വീപിൻ്റെ സൗത്തായിട്ടാണ് മാൽഡൈവ്സ്. അതായത് ലക്ഷദ്വീപ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ലക്ഷദ്വീപിൻ്റെ ഇവിടെ ആയിട്ട് മാൽഡൈവ്സ്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് എന്ന് പറയുന്നത് ഇപ്പം ഇതിലൂടെ മനസ്സിലായി ഇന്ത്യ അങ്ങനെ ചെറിയ പുള്ളിയൊന്നും അല്ലെന്ന് നമുക്ക് മനസ്സിലായി. ഇന്ത്യക്ക് ഒരു സ്ട്രോങ് ജോഗ്രഫിക്കൽ കണക്ഷൻസ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ലിങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാവുന്നത്. ഭയങ്കര കുഞ്ഞ ചാപ്റ്ററാണ്. പിന്നെ ഇത് ഇത്രയും ലോങ് ആയത് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോയത് കൊണ്ടാണ്. മാപ്പും അതും ഇതൊക്കെ മാപ്പ് മെയിൻലി പഠിച്ചാൽ അത് ഈസി ആയിരിക്കും. ഇത് പഠിക്കാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. പക്ഷേ ഈസ്റ്റും വെസ്റ്റും ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വായിക്കോട്ട വരും, സ്വാഭാവികം. ഓക്കെ, അപ്പം നമുക്ക് ഇനി ടെക്സ്റ്റൽ എക്സസൈസിലേക്ക് പോവാം എന്നാ പിന്നെ. ഓക്കെ, അപ്പം നമുക്ക് ടെക്സ്റ്റൽ എക്സസൈസിനകത്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഡസ് നോട്ട് പാസ് ത്രൂ. ഇത് ആ ഒരു മാപ്പിലൂടെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അന്ന് മാപ്പ് എടുത്തൊന്ന് കണ്ടുപിടിച്ചൊന്ന് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടൊന്ന് നോക്കിക്കേ. കാരണം നമ്മളിങ്ങനെ ചുമ്മാ ചെയ്തു പോയിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ തന്നെ ഒന്ന് ചെയ്യാൻ നോക്കിക്കേ, പറ്റുന്നുണ്ടോ നോക്കി. എന്നിട്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു ടിക്ക് മാർക്കൊക്കെ എടുത്ത് അങ്ങനെ പഠിക്കും. അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഡസ് നോട്ട് പാസ് ത്രൂ ഏതാണ്? ഒഡീഷ. കറക്റ്റ്. അത് കറക്റ്റ് ആയോ? രണ്ടാമത്, ദ ഈസ്റ്റേൺ മോസ്റ്റ് ലോങ്ങിറ്റ്യൂഡ് ഓഫ് ഇന്ത്യ. ഈസ്റ്റേൺ മോസ്റ്റ് ലോങ്ങിറ്റ്യൂഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഏതാണ്? 97 degree 25 minutes. ഇത് റീഡർ വായിച്ചാലേ നിങ്ങൾക്ക് കത്തത്തുള്ളൂ. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, സിക്കിം ഹാവ് എ കോമൺ ഫ്രോണ്ടിയേഴ്സ്. അതാരുമായിട്ടാണ്? അതും മാപ്പിലൂടെ. എല്ലാം നമുക്ക് മാപ്പിലൂടെ പറ്റത്തുള്ളൂ. അത് ഞാൻ പറഞ്ഞ മാപ്പ് പഠിക്കാം. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ ഇതിന് ആരുമായിട്ടാണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആരുമായിട്ടാണുള്ളത്? നേപ്പാളുമായിട്ടാണുള്ളത്. ആരുമായിട്ടാണ്? നേപ്പാളുമായിട്ട്. പിന്നെ ഇഫ് യു ഇൻറ്റെൻഡ് ടു വിസിറ്റ് കവറാട്ടി ഡ്യൂറിങ് യുവർ സമ്മർ വെക്കേഷൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ യു വിൽ ബി ഗോയിങ് ടു. അതായത് കവറാട്ടി എന്ന് പറയുന്ന ഒരു ഞാൻ തോന്നുന്നു അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. അപ്പം ആ ഒരു പ്ലേസിലേക്ക് നിങ്ങൾ സമ്മർ വെക്കേഷനിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യയിലൂടെ ആയിരിക്കും നിങ്ങൾ പോകാൻ പോകുന്നതെന്ന്? ഓക്കെ, ഏത് യൂണിയൻ ടെറിട്ടറിയിലായിരിക്കും? ലക്ഷദ്വീപ്. മൈ ഫ്രണ്ട് ഹെയിൽസ് ഫ്രം എ കൺട്രി വിച്ച് ഡസ് നോട്ട് ഷെയർ ലാൻഡ് ബൗണ്ടറി വിത്ത് ഇന്ത്യ. ഐഡൻറ്റിഫൈ ദ കൺട്രി. അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അവനത് തന്നെ കണ്ടുപിടിച്ചാൽ പോരെ. എൻ്റെ കൂട്ടുകാരൻ്റെ കാര്യം അവൻ അങ്ങനെയൊന്നും ആലോചിക്കരുത്. നിങ്ങൾ ഇപ്പം വീണ്ടും ആ ഒരു ബുക്ക് എടുത്ത് നോക്കിയേ, ആ ഒരു ഏത് വശത്താണ് അല്ലെങ്കിൽ മാപ്പിൻ്റെ ഏത് വശത്താണെന്നൊക്കെ നോക്കിക്കേ, ഒന്ന് കണ്ടുപിടിച്ച് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നോക്കിക്കേ. മൈ ഫ്രണ്ട് ഹെയിൽസ് ഫ്രം എ കൺട്രി വിച്ച് ഡസ് നോട്ട് ഷെയർ ലാൻഡ് ബൗണ്ടറി വിത്ത് ഇന്ത്യ. ഇന്ത്യയുമായിട്ട് ഒരു തരത്തിലുള്ള എന്താ പറയുക ബന്ധവും ഷെയർ ചെയ്യാത്ത ഒരാൾ. ഭൂട്ടാൻ നോക്കുക, അങ്ങനെ ആലോചിച്ച് നോക്ക്. ഭൂട്ടാൻ എവിടെ സൈഡിൽ എവിടെയൊക്കെ വരുന്നുണ്ടല്ലോ? ഉണ്ട്. ബംഗ്ലാദേശ് വരുന്നുണ്ടല്ലോ, നേപ്പാൾ ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു നെയ്ബറിങ് കൺട്രീസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഔട്ട് ഓഫ് ദാറ്റ് ഓടെന്ന് പറയുന്നത് വായിക്കൊള്ളാത്ത പേരെന്നും പറയുന്നത് എന്താണ്? താജിക്കിസ്ഥാനാണ്. നമ്മൾ ഈ കറക്കി കുത്തുക എന്നൊക്കെ പറയുന്നല്ല, ആ ഒരു പരിപാടി ഇവിടെ ചെയ്തത്. നിങ്ങൾ ആലോചിക്കണം. ഭൂട്ടാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ പരിചയമുള്ള പേരാണ്, പക്ഷെ എന്നാലും ഇവരെന്താണ്? നെയ്ബേഴ്സ് ആണ്. അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. നെയ്ബേഴ്സ് ആണ്. പക്ഷെ ഇതെന്താണ്? തജിക്കിസ്ഥാൻ.
അത് ഒരു വല്ലാത്ത പേരാണ്. അത് നമ്മൾക്ക് അങ്ങനെ നമ്മൾ നെയ്ബേഴ്സിൻ്റെ കൂട്ടത്തിൽ കണ്ടില്ല. അപ്പോൾ അതാണ് എന്താ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി വരുന്ന കൺട്രിയുടെ പേര്. പിന്നെ കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് ലൈങ് ഇൻ ദ അറേബ്യൻ സീ. അറേബ്യൻ സീയിൽ ഏത് ഐലൻഡാണ്? ആലോചിക്കുക. ആ ഒരു എന്താ പറയുക, മാപ്പ് എടുത്ത് നോക്കുക. അറേബ്യൻ സീയിൽ ഏത് ഐലൻഡാണുള്ളത്? ലക്ഷദ്വീപ് ഐലൻഡ് ആണുള്ളത്. എന്താണ്? ലക്ഷദ്വീപ് ഐലൻഡ്. ഞാനിങ്ങനെ ചെറുതായിട്ട് ഷോർട്ട് ഫോം ആയിട്ട് കൊടുക്കാം. ലക്ഷദ്വീപ് ഐലൻഡ്. നെയിം ദ കൺട്രീസ് വിച്ച് ആർ ലാർജർ ദാൻ ഇന്ത്യ. ഞാൻ പറഞ്ഞിരുന്നു ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. 1 മാർക്കിനും എല്ലാം ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാം. റഷ്യ, കാനഡ, USA, ചൈന, ബ്രസീൽ ആൻഡ് ഓസ്ട്രേലിയ. വീണ്ടും ഇന്ത്യ എന്ന് എഴുതരുത്. റഷ്യ, കാനഡ, USA, ചൈന, ബ്രസീൽ ആൻഡ് ഓസ്ട്രേലിയ. ഇന്ത്യയെക്കാട്ടിലും വലിയ രാജ്യങ്ങളെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് കൺട്രീസ് ആർ ലാർജർ ദാൻ ഇന്ത്യ. ഓക്കെ. പിന്നെ ഞാൻ ഇങ്ങനെയൊന്നും എഴുതല്ലെന്ന് പറഞ്ഞത് കാരണം എനിക്ക് ഇങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെയൊന്നും എഴുതി വെക്കല്ലെന്ന്. പിന്നെ വിച്ച് ഐലൻഡ് ഗ്രൂപ്പ് ഓഫ് ഇന്ത്യ ലൈസ് ടു ഇറ്റ്സ് സൗത്ത് ഈസ്റ്റ്. സൗത്ത് ഈസ്റ്റ്, ഇന്ത്യയുടെ സൗത്ത് ഈസ്റ്റുമായിട്ട് ഏത് ഐലൻഡ് ഗ്രൂപ്പ്? അപ്പം ഐലൻഡ് എന്നാണ് രണ്ട് ഐലൻഡ്, നമുക്ക് കുറച്ച് ഐലൻഡുകളൊക്കെ ഉണ്ട്. ശ്രീലങ്ക, മാൽഡീവ്സ്, ആൻഡമാൻ നിക്കോബാർ, അതും ഐലൻഡ് കൺട്രിയാണ്. അപ്പോൾ ഏത് ഐലൻഡ് ഗ്രൂപ്പ് ഓഫ് കൺട്രിയാണ് ഇന്ത്യയുടെ സൗത്ത് ഈസ്റ്റ്? സൗത്ത് ഇങ്ങനെ ആലോചിക്കുക. വര ഞാൻ 2-3 വര വരച്ചില്ലേ, മീൻസ് ഇങ്ങനൊരു സംഭവം വരച്ചിരുന്നില്ലേ? അപ്പം സൗത്ത് ഈസ്റ്റ് ഈ ഒരു വശത്തായിട്ട് ആരാണുള്ളത്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ആണുള്ളത്. വിച്ച് ഐലൻഡ് കൺട്രീസ് ആർ സദേൺ നെയ്ബേഴ്സ്? സദേൺ നെയ്ബേഴ്സ് ആയിട്ടുള്ള ആരാണ്? സദേൺ നെയ്ബേഴ്സ്, ഇന്ത്യയുടെ സദേൺ നെയ്ബേഴ്സ് ആരാണ്? ശ്രീലങ്കയും മാൽഡൈവ്സും. ഓക്കെ. പിന്നെ കുറച്ച് വലിയ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. The sun rises 2 hours earlier in Arunachal Pradesh as compared to Gujarat University. ആ മറ്റേ സാധനം, അതായത് ആ ടൈം ലാഗിന്റെ സംഭവമാണ് ഇവിടെ വരുന്നത്. ബട്ട് ദ വാച്ചസ് ഷോ ദ സെയിം ടൈം. പക്ഷെ വാച്ചുകൾ സെയിം ടൈം ആണ് കാണിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? This happens because India ഫോളോ ചെയ്യുന്നത് ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ടൈം ആണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഫോളോ ചെയ്യുന്ന ഒരു സിംഗിൾ ടൈം ആണ്. അതുകൊണ്ട് തന്നെ there is a longitudinal difference. ഇത് ഇമ്പോർട്ടൻ്റ്. ഈ പറയുന്ന പോയിന്റ്സ്, കീവേഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. There is a longitudinal difference of 30 degree between Arunachal Pradesh. ഈ ഒരു 30 ഡിഗ്രി ഡിഫറൻസ്, ലോങ്ങിറ്റ്യൂഡിനൽ ഡിഫറൻസ് അരുണാചൽ പ്രദേശും ഗുജറാത്തും തമ്മിലുണ്ട്. കാരണം എന്ന് വെച്ചാൽ എർത്തിന് it takes since the earth takes 4 minutes to rotate through 1 degree of longitude, the time lag എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രിയാണ്, which is equal to 120 minutes. 2 hours-ന് ഈക്വൽ ആണ്. അതായത് ഒരു കാൽക്കുലേഷൻ ഒന്നും ഞാനിപ്പോൾ പെട്ടെന്ന് പറഞ്ഞൊന്നും മനസ്സിലാകത്തില്ല. ഇത് ജസ്റ്റ് മനസ്സിലാക്കുക. എർത്തിന് 4 മിനിറ്റ് എടുക്കും ഒരു 1 ഡിഗ്രി ഓഫ് ലോങ്ങിറ്റ്യൂഡിലൂടെ റൊട്ടേറ്റ് ചെയ്യാൻ. എർത്തിന് 4 മിനിറ്റ് എടുക്കും 1 ഡിഗ്രി ഓഫ് ലോങ്ങിറ്റ്യൂഡിലേക്ക് എന്ത് ചെയ്യാൻ? റൊട്ടേറ്റ് ചെയ്യാൻ. മനസ്സിലായോ? അതൊരു പോയിന്റ്. മറ്റേത് ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്താണ്? സ്റ്റാൻഡേർഡ് മെരീഡിയന്റെ സമയം. സെക്കൻഡ് പറഞ്ഞ പോയിന്റ് എന്താണ്? ലോങ്ങിറ്റ്യൂഡിനൽ ഡിഫറൻസ് ഉണ്ട് 30 ഡിഗ്രി. ആരൊക്കെ തമ്മിൽ? അരുണാചൽ പ്രദേശും ഗുജറാത്തും തമ്മിൽ. മൂന്നാമത് പറഞ്ഞ പോയിന്റ് എന്താണ്? 4 മിനിറ്റ് എടുക്കും എർത്തിന് 1 ഡിഗ്രി ഓഫ് ലോങ്ങിറ്റ്യൂഡ് റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കാൻ. ഓക്കെ. അപ്പം അതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ 2 മണിക്കൂർ എടുക്കും. Okay. To avoid confusion, the local time of the standard meridian മിർസാപൂറിലൂടെ 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് മിർസാപൂറിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈമായിട്ട്, എൻറ്റയർ കൺട്രിക്ക് സ്റ്റാൻഡേർഡ് ടൈമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും നീ 4-5 പോയിന്റ് എഴുതിയാലേ 4 മാർക്ക് വീഴത്തുള്ളൂ. അപ്പം നമ്മൾക്ക് അറിയാവുന്ന വെച്ച് നമ്മൾ മിർസാപൂറിൻ്റെ കാര്യം മാത്രം എഴുതി വെക്കും. പക്ഷെ അങ്ങനെ പോരാ. ഈ എർത്തിൻ്റെ 4 മിനിറ്റ് എടുക്കും ഒരു 1 ഡിഗ്രി ഓഫ് ലോങ്ങിറ്റ്യൂഡിനെ റൊട്ടേറ്റ് ചെയ്യാൻ. ഈ അരുണാചൽ പ്രദേശും ഗുജറാത്തും തമ്മിൽ 30 ഡിഗ്രീൻ്റെ ഡിഫറൻസ് ഉണ്ട്, ലോങ്ങിറ്റ്യൂഡിനൽ ഡിഫറൻസ് ഉണ്ട്. ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ടൈമാണ് എടുത്തിരിക്കുന്നത്. അത്ര എഴുതണം, എന്നാലേ മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ. അപ്പം ഈ സോഷ്യലിനകത്തൊക്കെ എപ്പോഴും അങ്ങനെ നമ്മൾ കുറേ വാരി വലി ചെയ്തിട്ടൊന്നും മാർക്ക് വീഴാത്തത് ഇതുകൊണ്ടാണ്.
പിന്നെ ദ സെൻട്രൽ ലൊക്കേഷൻ ഓഫ് ഇന്ത്യ അറ്റ് ദ ഹെഡ് ഓഫ് ദ ഇന്ത്യൻ ഓഷ്യൻ ഇസ് കൺസിഡർഡ് ഓഫ് ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ്. ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യൻ ഓഷ്യൻ്റെ കാര്യം, അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞില്ലേ, ഇവിടെ ബൈ എന്തുകൊണ്ട് ദ സ്ട്രാറ്റജിക് trade routes, it connects the trans-Indian ocean routes which links the country of Europe in the west and countries of. അതായത് ഇവിടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് എന്തൊക്കെ പോയിന്റ് ആണെന്ന് അറിയാമോ? നമ്മൾ ആ ഒരു ഇന്ത്യൻ ഓഷ്യൻ്റെ കാര്യത്തിൽ കുറച്ച് പോയിന്റ് പഠിച്ചില്ലേ, ആ ഒരു ഡെക്കൻ പ്ലാറ്റ്യൂ ഇന്ത്യൻ ഓഷ്യനിലൂടെ പ്രൊട്രൂഡ് ചെയ്യുന്നു, അങ്ങനെ കുറച്ച് പോയിന്റ്സ് ഒക്കെ പഠിച്ചിരുന്നില്ലേ? ഇന്ത്യൻ ഓഷ്യൻ രണ്ട് സീ ആയിട്ട്, അറേബ്യൻ സീ അല്ലെങ്കിൽ വെസ്റ്റ്, അതിൽ വെസ്റ്റ് ബേ ഓഫ് ബംഗാൾ, അങ്ങനെയൊക്കെ കുറച്ച് നമ്മൾ പോയിന്റ് പഠിച്ചില്ലേ? ആ അത്രയും പോയിന്റ് ഒക്കെ നിങ്ങൾ എഴുതാൻ. പിന്നെ ഈ ഇന്ത്യ ആൻഡ് ദ വേൾഡ് എന്നുള്ള ഒരു സബ് ഹെഡിങ്ങിൽ അണ്ടറിലായിട്ട് വരുന്ന അത്രയും പോയിന്റ് ഇല്ലേ, ഡെക്കൻ പെൻസിലൈൻ്റെ കാര്യം, ഡെക്കൻ പ്ലാറ്റ്യൂ അല്ല, ഡെക്കൻ പെൻസിലൈൻ്റെ കാര്യം, അതുപോലെ തന്നെ യൂറോപ്പ്, ആഫ്രിക്ക, അങ്ങനെ പിന്നെ ലോങ് കോസ്റ്റ് ലൈൻ, ഇന്ത്യൻ ഓഷ്യൻ, അതുകൊണ്ടാണ് ഈ ഇന്ത്യൻ ഓഷ്യൻ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യക്ക് ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനായിട്ട് കിട്ടുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ അതത്രയും പോയിന്റും ആ ഒരു സിഗ്നിഫിക്കൻസ് കാര്യത്തിൽ വേണം. ഏതൊക്കെ പോയിന്റാണ്? ആ ഡെക്കൻ പെൻസില, ആ ഒരു ഇന്ത്യ ആൻഡ് ദ വേൾഡ്, പേജ് നമ്പർ 2ൻ്റെ അണ്ടറിൽ വരുന്ന കുറേ പോയിന്റ് ഞാൻ അപ്പം പഠിപ്പിച്ചിരുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ അത്രയും പോയിന്റും അവിടെ വേണം. നിങ്ങൾക്ക് ഈ ഈ ഒരു സോഷ്യലിന് ഫുള്ള് എന്തെങ്കിലും ചോദിച്ചാൽ അറിയാവുന്നത് മുഴുവൻ അങ്ങ് എഴുതിക്കണം. എന്ന് വെച്ചാൽ വാരി വലിച്ച് എഴുതാന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അറിയാവുന്നത് എന്താണോ അത് ടീച്ചറിനെ ബോധിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതിൻ്റെ മാക്സിമം എഴുതി വെക്കുക, പക്ഷെ ആ എഴുതുന്നതിൽ എന്തെങ്കിലുമൊക്കെ അർത്ഥം ഉണ്ടായിരിക്കണം. അല്ലാതെ കുറേ സിനിമാ കഥകൾ എഴുതി വെച്ചിട്ട് കാര്യമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും എഴുതി വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് റീഡറിനകത്തുള്ള കീ പോയിന്റ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എഴുതാവുന്നതിൻ്റെ മാക്സിമം എഴുതുക. ഇപ്പോൾ നിങ്ങൾ 10th അങ്ങനെ തന്നെ ചെയ്യണം. ബിക്കോസ് ഒരുപാട് എഴുതും, പക്ഷെ മാർക്ക് ഇല്ലാത്തത് ഇതുകൊണ്ടാണ്, നിങ്ങൾ കീ പോയിന്റ്സ് ഇല്ലാത്തത് കൊണ്ടാണ് മാർക്ക് കിട്ടാത്തത്. അപ്പോൾ അറിയാവുന്നത് അങ്ങ് എഴുതി വെക്കുക, അറിയാവുന്നത് അത്രയും റീഡറിനകത്തുനിന്ന് എഴുതി വെക്കുക. റീഡറിനകത്തുനിന്ന് നിങ്ങൾ എഴുതിയാൽ നിങ്ങളുടെ മാർക്ക് ആരും കട്ട് ചെയ്യത്തില്ല. ഓക്കെ, പിന്നെന്താണ്? അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ടെക്സ്റ്റൽ എക്സസൈസ് കംപ്ലീറ്റ് ആയി, നമ്മുടെ ചാപ്റ്ററും കംപ്ലീറ്റ് ആയി. ഇതെന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. മാക്സിമം ബായ്ക്കോട്ട് വിടാതെ കാണാൻ ശ്രമിക്കുക. ഇത്രയും പഠിപ്പിച്ചതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ ചോദിക്കാൻ മറക്കലും. എന്തെങ്കിലും മറ്റേ കുറേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കമൻറ്റ് ചെയ്യുക. സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ കറക്റ്റ് ആൻസർ പറയുന്നവരുടെ കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. വിശ്വസിക്കുന്നു. മനസ്സിലായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലും. ഓക്കെ, താങ്ക് യു.